ഡൽഹി ചെങ്കോട്ടയിലുണ്ടായ സ്ഫോടനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ 10-അംഗ സംഘം രൂപീകരിച്ചു എൻഐഎ അഡീഷണൽ ഡയറക്ടർ ജനറൽ വിജയ് സാഖറെയ്ക്കാണ് അന്വേഷണ സംഘത്തിന്റെ ചുമതല. ഡൽഹി ചെങ്കോട്ടയിലുണ്ടായ സ്ഫോടനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ 10-അംഗ സംഘം രൂപീകരിച്ചിരിക്കുകയാണ് എൻഐഎ അഡീഷണൽ ഡയറക്ടർ ജനറൽ വിജയ് സാഖറെയ്ക്കാണ് അന്വേഷണ സംഘത്തിന്റെ ചുമതല. കേസ് ആഭ്യന്തര മന്ത്രാലയം ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറിയതിനു പിന്നാലെ ജമ്മു കശ്മീർ ഡൽഹി പോലീസിൽ നിന്ന് എൻഐഎ കേസിന്റെ രേഖകൾ ഏറ്റെടുത്തു. അന്വേഷണത്തിന്റെ ഭാഗമായി അടുത്ത 3 ദിവസത്തേക്ക് ചെങ്കോട്ടയിൽ സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കില്ല. ലാൽ കില മെട്രോ സ്റ്റേഷന്റെ വയലറ്റ് ലൈനും സുരക്ഷാ കാരണങ്ങളാൽ DMRC അടച്ചിട്ടിട്ടുണ്ട്. സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഫരീദാബാദിലെ അൽ ഫലാഹ് സർവകലാശാലയിൽ പരിശോധനകൾ തുടരുന്നതായി പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പള്ളിയിലെ പുരോഹിതനെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശ്രീനഗർ സ്വദേശി മുഹമ്മദ് ഇഷാഖാണ് കസ്റ്റഡിയിലായത്. സർവകലാശാലയിലെ 70 പേരെ ചോദ്യം ചെയ്തതായും സർവകലാശാലയിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചതായും പോലീസ് അറിയിച്ചു. അതേസമയം സ്ഫോടനം നടന്നത് അബദ്ധത്തിലാണെന്ന സംശയവും ബലപ്പെടുകയാണ്. സ്ഫോടക വസ്തുക്കൾ എവിടേക്കോ മാറ്റാൻ നോക്കുമ്പോൾ സ്ഫോടനം നടന്നുവെന്നാണ് അനുമാനം. ഉമറും മുസമ്മിയിലും നേരത്തെ റെഡ് ഫോർട്ട് പരിസരത്ത് എത്തിയിരുന്നു. ഈ വർഷം ജനുവരിയിൽ സ്ഫോടനം നടത്താനും സംഘം പദ്ധതിയിട്ടിരുന്നു. സ്ഫോടനം നടന്ന ദിവസം ഡൽഹി മയൂർ വിഹാറിലും ഉമറിന്റെ വാഹനം എത്തിയെന്നും പോലീസ് പറയുന്നു. സ്ഫോടനത്തിന് ഉപയോഗിച്ച I-20 കാർ ഒക്ടോബർ 29-ന് പുകപരിശോധനാ കേന്ദ്രത്തിൽ നിർത്തിയിട്ട ദൃശ്യവും പുറത്തുവന്നിരുന്നു. 2 പേർ കാറിന് സമീപം നിൽക്കുന്നതും ഒരാൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നതും വ്യക്തമാണ്. സ്ഫോടനം നടന്ന തിങ്കളാഴ്ച പകൽ 8:13-ന് ബദർപൂർ ടോൾ പ്ലാസ വഴിയാണ് കാർ ഡൽഹിയിലേക്ക് പ്രവേശിച്ചത്. ചവേർ ആക്രമണം നടത്തിയെന്ന് പോലീസ് കണ്ടെത്തിയ പുൽവാമ സ്വദേശി ഡോക്ടർ ഉമർ നബി കറുത്ത മാസ്ക് ധരിച്ച് കാർ ഓടിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. സ്ഫോടനത്തിൽ സൈന്യം ഉപയോഗിക്കുന്ന തരം രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും സംശയം ഉയരുകയാണ്. അമോണിയം നൈട്രേറ്റിന്റെ സാന്നിധ്യമാണ് സ്ഥലത്തു നിന്നും കണ്ടെത്തിയത്. എന്നാൽ മറ്റു പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നത് പരിശോധന കഴിഞ്ഞേ വ്യക്തമാകൂ. സ്ഫോടനം നടത്തിയ ഉമർ 11 മണിക്കൂർ ഡൽഹിയിലുണ്ടായിരുന്നു. കോണോട്ട് പ്ലേസിലും ഇയാൾ പോയെന്ന് പോലീസ് വൃത്തങ്ങൾ പറയുന്നു. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.